ഇനി നമുക്ക് പോകാനുള്ളത് തമിഴ്നാട്ടിൽ നിന്നുള്ള വാർത്തകളിലേക്കാണ്. അവിടെ പ്രളയസമാനമായ സാഹചര്യം നിലനിൽക്കുന്നു. തെക്കൻ തമിഴ്നാട്ടിൽ താമരപ്പരണി, പാപനാശം, മണിമുത്താർ നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. കനത്ത മഴയിൽ തമിഴ്നാട്ടിൽ 2 പേർ മരിച്ചു. തിരുനെൽവേലിയിൽ വീട് ഇടിഞ്ഞ് പാളയംകോട്ട സ്വദേശി ശിവകുമാർ ആണ് മരിച്ചത്. വിരുദുനഗറിൽ പ്രായമായ ഒരു സ്ത്രീ മരിച്ചിട്ടുണ്ട്. തൂത്തുക്കുടി, കായൽപട്ടണത്തും തിരുച്ചെന്തൂരിലും റെക്കോർഡ് മഴ പെയ്തതായി റിപ്പോർട്ടുകളുണ്ട്. അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയർന്നിരിക്കുന്നു. തൂത്തുക്കുടിയിൽ 84 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. തെക്കൻ തമിഴ്നാട്ടിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചിരിക്കുകയാണ്. കന്യാകുമാരി, വിവേകാനന്ദപ്പാറ, തൃപ്പരപ്പ്, കുറ്റാലം എന്നിവിടങ്ങളിലും സഞ്ചാരികൾക്ക് നിലവിലെ സാഹചര്യത്തിൽ നിരോധനമുണ്ട്. തിരുനെൽവേലി, രാജഗോപാലപുരത്ത് പ്രളയത്തിൽ കുടുങ്ങിയവർ റോഡ് ഉപരോധിച്ചു. കേരളത്തിലൂടെ സർവീസ് നടത്തുന്ന 5 ട്രെയിനുകൾ പൂർണ്ണമായും റദ്ദാക്കിയിട്ടുണ്ട്. കനത്ത മഴയിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ബോഡിമേട്ട് ചുരത്തിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. MG പ്രതീഷാണ് ഈ മഴ സാഹചര്യം സംബന്ധിച്ച വിവരങ്ങൾ നൽകാനുള്ള. പ്രതീഷ്, എന്താണ് തെക്കൻ തമിഴ്നാട്ടിലെ ശക്തമായ മഴയുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ? പ്രളയ സമാനമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് പലയിടങ്ങളിലും. നാട്ടുകാരുടെ പ്രതിഷേധവും ഉണ്ടല്ലോ, പറയൂ വിവരങ്ങൾ. തമിഴ്നാട്ടിൽ പ്രളയക്കെടുതി രൂക്ഷമാവുകയാണ്. തെക്കൻ തമിഴ്നാട്ടിൽ വലിയ രീതിയിൽ ജനങ്ങളെ പ്രളയം മഴക്കെടുതി ബാധിച്ചിരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുനെൽവേലി ജില്ലയിലെ രാജഗോപാലപുരം എന്ന മേഖലയിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ 500-ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു മേഖലയാണ്. ഈ 500-ഓളം കുടുംബങ്ങൾ ഇപ്പോൾ ഈ കുടുംബങ്ങൾ താമസിക്കുന്ന വീട് ഉൾപ്പെടെ വെള്ളത്തിനടിയിലാണ്. നേരത്തെ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തിയാണ് ഇവിടെ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്നവരെ പുറത്തെത്തിച്ചത്. ഡെങ്കി ബോട്ടുകൾ അടക്കം എത്തിച്ചുകൊണ്ടായിരുന്നു ഈ രക്ഷാപ്രവർത്തനം നടത്തിയത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വലിയ വാഹനങ്ങൾ, ലോറികൾ, കാറുകൾ അടക്കം വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഈ കഴിഞ്ഞ 2 ദിവസമായി ശക്തമായ മഴയാണ് ഈ തിരുനെൽവേലി ഭാഗത്ത് അനുഭവപ്പെടുന്നത്. അതാണ് ഈ പ്രളയം ഒപ്പം മഴക്കെടുതി അത്രത്തോളം രൂക്ഷമാക്കിയത്. ഈ മേഖലയിലുള്ളവരെ രക്ഷാപ്രവർത്തനം നടത്തി അടുത്തുള്ള പള്ളികളിലും മറ്റുമാണ് ഇപ്പോൾ താമസിപ്പിച്ചിരിക്കുന്നത്. അതേസമയം ഇപ്പോൾ ഈ മേഖലയിൽ നാട്ടുകാരുടെ തന്നെ വലിയ പ്രതിഷേധമുണ്ടാകുന്നുണ്ട്. കാരണം അധികാരികൾ വേണ്ടത്ര നടപടികൾ സ്വീകരിച്ചില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഇതിൽ ഈ ഒരു പ്രതിഷേധം ഒരു പരിധി കടന്ന് റോഡ് ഉപരോധിക്കുന്ന തലത്തിലേക്ക് ഇപ്പോൾ എത്തി നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കാരണം ഈ മഴക്കെടുതി രൂക്ഷമായതോടുകൂടി തന്നെ ഈ വീട്ടിലുണ്ടായിരുന്ന കന്നുകാലികളടക്കം ചത്തുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനു പിന്നാലെ തന്നെ ഈ ചത്തുപോയ കന്നുകാലികളെ അടക്കം റോഡിൽ കൊണ്ടിട്ട് ഉള്ള പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അധികാരികൾ തങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല, രക്ഷാപ്രവർത്തനം നടത്തുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും പറയുന്നത്. കഴിഞ്ഞ കുറെ സമയങ്ങളായി തിരുനെൽവേലി നാഗർകോവിൽ പ്രധാന പാത നാട്ടുകാർ തടയുന്നുണ്ട്. നാട്ടുകാരുടെ വലിയ പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത്. எங்களுக்கு தண்ணி போகிறதுக்கு வழி செஞ்சா போதும், எங்களுக்கு வேற எந்த ஹெல்ப்பும் தேவையில்ல. இயற்கை இது நாங்க ஒண்ணும் செய்ய முடியாது. ஒரு ஹெல்ப் இன்னே வர பண்ணல. நாங்களே நைட்டு 11 மணிக்கு நீஞ்சி தான் வந்து, அது எங்க ஊர் பையங்க தான் எங்களை கட்டில போட்டு கூட்டிட்டு வந்தாங்க. ஒரு நாதி என்னன்னு கேட்க பச்சை தண்ணி கூட ஒண்ணு எங்களுக்கு யாரும் தரல. மாடு காலையில ஒரு 10 மாடுக்கு மேல 10-20 மாடு ஆயிட்டு. எவ்வளவு குடும்பம் இருக்கு? இங்க 250 குடும்பம் இருக்கும்ல. 300 பேர் ஃபேமிலி 300 பேர் இருப்பாங்க. இதே மாதிரி நாங்க பைபாஸ் வெட்டி விட்டுருமா? யார் வராங்க தெரியாண்டாமா? எவ்வளவு நேரம் தகவல் கொடுக்க எல்லாத்துக்கும்? ஓட்டு வாங்க எம்எல்ஏ எம்பி எங்க போயிட்டான்? மயிரை பிடிக்கலாம், வீட்டுல அடிச்சுதான் வராண்டி தானே சைட்டுக்கு ஓட்டு கேட்க வராமல. அங்க வராண்டி தானே எம்எல்ஏ எம்பி அடிச்சுதான். ஒரு கவுன்சிலர் கூட இது மாதிரி சாப்பாடு கூட கொண்டு வரல. சாப்பாடு கூட இன்னும் கொண்டு வரல. ஒரு ஆளுங்க கூட ஒரு காப்பியா வாழை எதுவுமே இதுவரை கொண்டு வரல. நைட்டு இருந்து எல்லாரும் வயசான பூரா கிடக்கு. 20-50 ஆடு செத்து போச்சு, மாடு செத்து போச்சு, யாருமே வரல. നാട്ടുകാരുടെ വലിയ പ്രതിഷേധമാണ് തിരുനെൽവേലി ഈ പ്രധാന റോഡിൽ ഉണ്ടായിരിക്കുന്നത്. ഈ വാഹനങ്ങളൊക്കെ തന്നെ മണിക്കൂറുകളായി തടഞ്ഞിട്ടുകൊണ്ടാണ് നാട്ടുകാർ പ്രതിഷേധിക്കുന്നത്. ജനപ്രതിനിധികളോ മറ്റ് അധികാരികളോ ആരും തന്നെ ഈ മേഖലയിൽ എത്തുന്നില്ല. രക്ഷാപ്രവർത്തനത്തിനോ ആഹാരത്തിനോ ഒന്നും തന്നെ, ആഹാരം എത്തിക്കുന്നതിനോ മതിയായ വെള്ളം എത്തിക്കുന്നതിനോ ഒന്നും തന്നെ ആരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നതാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. മണിക്കൂറുകളായി നിരവധി വാഹനങ്ങളാണ് നാഗർകോവിൽ തിരുനെൽവേലി പാതയിൽ കുടുങ്ങി കിടക്കുന്നത്. ശക്തമായ മഴ ഇപ്പോഴും തുടരുന്നുണ്ട്. ഈ മഴ രൂക്ഷമായാൽ കൂടുതൽ തങ്ങളുടെ ജീവിതം കൂടുതൽ പ്രതിസന്ധിയിലാകുമെന്നും കൂടുതൽ ദുസ്സഹമാകുമെന്നുമാണ് നാട്ടുകാർ അടക്കം പറയുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം അധികാരികൾ ഇവിടെ എത്തണമെന്നും തങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു തരണമെന്നുമാണ് നാട്ടുകാരുടെ പ്രതിഷേധം, അല്ലെങ്കിൽ നാട്ടുകാരുടെ ആവശ്യം. ക്യാമറമാൻ അഭിലാഷ് തൊടുങ്കോടിനൊപ്പം MG പ്രതീഷ്, 24 തിരുനെൽവേലി. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.